ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സമീപകാല വെടിനിർത്തൽ പാശ്ചാത്യ ലോകത്തിന് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത്. ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഈ സംഘർഷത്തിന്റെ സമീപകാല തീവ്രത, പ്രത്യേകിച്ചും അമേരിക്കയുടെ ഇടപെടലോടെ മേഖലയെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന് പലരും ഭയപ്പെട്ടിരുന്നു. ഇറാന്റെ ആണവ നിലയങ്ങളിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തോടെ എല്ലാം കെട്ടടങ്ങിയെന്ന അമേരിക്കയും ഇസ്രയേലും പാശ്ചാത്യ ശക്തികളും വിശ്വസിച്ചു. എന്നാൽ ആ ധാരണയ്ക്ക് മണിക്കൂറുകളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. മധ്യേഷ്യയിലെ അമേരിക്കയുടെ സൈനിക ശക്തി കേന്ദ്രമായിരുന്ന ഖത്തറിലെ വ്യോമതാവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈലുകൾ പാഞ്ഞെത്തി. ഈ മിസൈൽ ആക്രമണത്തിൽ ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇതോടെ ഇറാന് മുന്നിൽ അമേരിക്ക നാണം കെടുമെന്ന സ്ഥിതി വന്നപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മനസ്സിൽ പെട്ടെന്നുദിച്ചത് ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു വെടിനിർത്തൽ എന്ന ആശയമായിരുന്നു. യുദ്ധം എന്ന ആശയത്തിൽ നിന്നും ഒരുപാട് അകലെ സഞ്ചരിക്കുന്ന രാജ്യമാണ് ഇറാൻ എന്നതിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ഈ വെടിനിർത്തൽ ഒത്തുതീർപ്പിന് ഇറാൻ സമ്മതിച്ചു. ഒരുപക്ഷെ മധ്യേഷ്യ മുഴുവനായി വ്യാപിച്ചേക്കാവുന്ന ഒരു യുദ്ധമാണ് ഇറാൻ ഇതിലൂടെ ഒഴിവാക്കിയത്. അതുതന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമായതും. ഇറാന്റെ കൈവശം ആണവായുധം ഉണ്ടായതിന് യാതൊരു തെളിവുമില്ലാതെയാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിച്ചത് എന്ന വസ്തുത ഈ സംഘർഷത്തിന്റെ കാതലായ ചോദ്യങ്ങളിലൊന്നാണ്. ഇറാന്റെ കൈവശം ആണവായുധമുണ്ടെങ്കിൽ ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ അത് ഭീഷണിയാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. മാത്രമല്ല, ഇറാനെ എന്തുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇത്ര ഭയപ്പെടുന്നത്? ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വയ്ക്കുന്ന കാരണം വിചിത്രമാണ്. തങ്ങളുടെ നിലനിൽപ്പിന് ഇറാൻ ഭീഷണി ഉയർത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാൻ ഇസ്രയേലിന് മാത്രമല്ല, അമേരിക്കയ്ക്കും മുഴുവൻ ലോകത്തിനും തന്നെയും ഒരു അസ്തിത്വ ഭീഷണിയെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റും കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാന്റെ കൈവശം ആണവായുധങ്ങളില്ലെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്തിനാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിച്ചത് എന്ന ചോദ്യത്തിന് ഭാവിയിൽ ഇറാന് ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് പരിമിതപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് ഇരു രാജ്യങ്ങളും പറയുന്നുണ്ട്. ആണവായുധങ്ങൾ ഇഷ്ടം പോലെ കൈവശമുള്ള അമേരിക്കയും ഇസ്രയേലുമാണ് ആണവായുധം കൈവശമില്ലാത്ത ഇറാനെ ആക്രമിച്ചത് എന്ന വിരോധാഭാസം ഇവിടെ കാണാം. യഥാർത്ഥത്തിൽ ലോകം ഭയക്കേണ്ടത് ആണവായുധങ്ങളുള്ള അമേരിക്കയെയോ ഇസ്രയേലിനെയോ ആണ്, അല്ലാതെ ആണവായുധങ്ങളില്ലാത്ത ഇറാനെ അല്ല. ഇസ്രയേൽ അരനൂറ്റാണ്ടിലേറെയായി ശക്തമായ ഒരു ആണവായുധ ശേഖരം നിലനിർത്തിയിട്ടുണ്ട്. ആഗോള ആണവായുധ ശേഖരത്തെക്കുറിച്ചുള്ള ഓരോ ആധികാരിക വിലയിരുത്തലിലും ഇസ്രയേലിന്റെ ഏകദേശം 90 ആണവ വാർഹെഡുകൾ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഇസ്രയേൽ സർക്കാർ തങ്ങളുടെ കൈവശം ആണവായുധ ശേഖരം ഉണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഇസ്രയേലി ആണവ പദ്ധതിക്കുള്ളിൽ നിന്നുള്ള ചോർച്ചകളും ലോകമെമ്പാടുമുള്ള മികച്ച വിലയിരുത്തലുകളും കാരണം അവ ഇസ്രയേലിന്റെ കൈവശമുണ്ടെന്ന് ഉറപ്പിക്കാം. ഇസ്രയേൽ ഒരിക്കലും ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെക്കാത്തതിന്റെ കാരണവും ഇതുതന്നെയാണ്. കാരണം ആണവ ശേഖരം ഉപേക്ഷിക്കാതെ ആ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ കഴിയില്ല. അതേസമയം 1945 മുതൽ അമേരിക്ക ആണവായുധങ്ങൾ കൈവശം വെച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആണവ പോർമുനകളുടെ ഒരു പട്ടിക പരസ്യമായി സൂക്ഷിക്കുന്നുണ്ട്. ഇവ അമേരിക്കക്കെതിരായ ആണവ ആക്രമണങ്ങൾക്കെതിരെ ഒരു പ്രതിരോധമായി വർത്തിക്കുന്നുമുണ്ട്. നാറ്റോ അംഗങ്ങൾ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെടെ 30-ലധികം രാജ്യങ്ങൾക്ക് അമേരിക്ക വിപുലമായ ആണവ പ്രതിരോധ ഗ്യാരണ്ടികൾ നൽകുന്നുണ്ട്. ഇസ്രയേലിന്റെ ആയുധശേഖരം കണക്കിലെടുക്കുമ്പോൾ ഇസ്രയേലിന് അമേരിക്ക ആണവായുധങ്ങൾ നൽകേണ്ടതില്ല. കാരണം ഇസ്രയേലിന്റെ കൈവശം വൻ ആണവായുധ ശേഖരം തന്നെയുണ്ട്. ഒന്നിലധികം ശീതയുദ്ധ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സോവിയറ്റ് യൂണിയനും അമേരിക്കയും പരസ്പരം ആണവായുധങ്ങൾ ഉപയോഗിച്ചില്ല. അടുത്തിടെയുണ്ടായ നിരവധി സംഘർഷങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ആണവായുധങ്ങൾ ഉപയോഗിച്ചില്ല. ഉത്തര കൊറിയയുടെയും അമേരിക്കയുടെയും കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇത്തരമൊരു സമീപനം ഇറാനോട് ഇസ്രയേലും അമേരിക്കയും കാണിച്ചാൽ ഇറാനും ശാന്തമായി മാത്രമേ പ്രതികരിക്കൂ. ആണവായുധം ഉപയോഗിച്ച് ഇസ്രയേലിനെ നശിപ്പിക്കാൻ ഒരു ഇറാനിയൻ നേതാവും തയ്യാറാകില്ല. ദേശീയ രാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ ആരും അറിഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടില്ല. എല്ലാ രാഷ്ട്രങ്ങളും അതിജീവനത്തെ മറ്റെല്ലാറ്റിനേക്കാളും വിലമതിക്കുന്നുണ്ട്. കാരണം ഒരു രാജ്യം ആണവായുധം ഉപയോഗിച്ചാൽ അതിന്റെ വില കനത്തതാകും. 12,000-ലധികം ആണവായുധങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത്. ഇത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്നുമുണ്ട്. എന്നാൽ ആണവായുധം കയ്യിലുണ്ടെങ്കിൽ ഇറാൻ ഒരിക്കലും ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ ഭീഷണിയാകില്ല. കാരണം ഇറാൻ എന്നും സമാധാനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അവർ ഒരിക്കലും അക്രമത്തിന്റെയും യുദ്ധത്തിന്റെയും പാത തിരഞ്ഞെടുക്കുന്നവരല്ല. എന്നാൽ തങ്ങളെ ആക്രമിച്ചാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ശീലവും ഇറാനില്ല. തങ്ങളെ നോവിച്ചാൽ 10 മടങ്ങായി അത് തിരിച്ചടിക്കുകയും ചെയ്യും. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണം ഇറാന്റെ ആണവ ബോംബ് നിർമ്മാണം തടയുന്നതിന് പകരം അവരെ ആണവ ബോംബ് നിർമ്മാണത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് ആണവ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തം സുരക്ഷ ഉറപ്പാക്കുന്നതിന്
ഒരു രാജ്യം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ നിർബന്ധിതരാകുന്നത് ഈ മേഖലയിൽ മാത്രമല്ല, ലോകമെമ്പാടും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ആണവായുധങ്ങളുള്ള ഉത്തര കൊറിയയുമായും പാകിസ്ഥാനുമായും ഇസ്രയേലുമായും വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ലോകത്ത് ജീവിക്കാൻ കഴിയുമെങ്കിൽ സമാധാനപ്രിയരായ ഇറാനുമായി ജീവിക്കാൻ കഴിയുമെന്നതാണ് വസ്തുത. ആ വസ്തുത ഇസ്രയേലും അമേരിക്കയും അംഗീകരിച്ചു കഴിഞ്ഞാൽ ലോകത്ത് സംഘർഷങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇറാനിയൻ ആണവ ബോംബ് ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന അവകാശവാദങ്ങൾ അർത്ഥശൂന്യമാണ്. ഈ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കാഴ്ചപ്പാടുകളിൽ മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. ഇറാൻ ഒരു ആണവശക്തിയാകുന്നത് അവർക്ക് ഭീഷണിയാകില്ലെന്ന് അംഗീകരിക്കുകയും സമാധാനപരമായ സഹവർത്തിത്വത്തിന് വഴിയൊരുക്കുകയും ചെയ്യണം. ആണവായുധങ്ങൾ ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന കാഴ്ചപ്പാട് മാറണം. പകരം അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴികൾ കണ്ടെത്തണം. ഈ മേഖലയിലെ സ്ഥിരതയ്ക്കും ലോക സമാധാനത്തിനും ഇത് അത്യന്താപേക്ഷിതമാണ്.